അപ്പൊ മാർച്ച് 25 മുതലുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. മാർച്ചിൽ ഇവിടെ ഒന്നാമത്തെ ചോദ്യം നോക്കിയേക്ക്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് ശാസ്ത്ര നയം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് എന്നതാണ് ചോദ്യം. ഓക്കെ ആണോ? സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലാണ് ആദ്യമായി ശാസ്ത്ര നയം നടപ്പിലാക്കിയ സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമാണ്. ഏതാണ്? കേരളമാണ്. മനസ്സിലായോ? സെറ്റാണ് ഒന്നാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്ര നയം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. ഓക്കെ, അടുത്ത നമുക്ക് പോകേണ്ടത് ഒരു പദ്ധതിയിലേക്കാണ്. ആദ്യം നിങ്ങൾ ആ പദ്ധതി അങ്ങ് പഠിക്കുക. പദ്ധതിയുടെ പേര് എന്ന് പറയുന്നത് ഗോത്ര ജീവിക എന്നാണ്. എന്താണ്? ഗോത്ര ജീവിക, അല്ലെ? അപ്പൊ ഗോത്ര ജീവിക, ആ ഗോത്ര എന്ന പദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ പദ്ധതിയുടെ ഉപഭോക്താക്കൾ ആരായിരിക്കും? ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും, അല്ലെങ്കിൽ പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും. കാരണം ഇതിനു മുന്നേ നമ്മളൊരു പദ്ധതി പഠിച്ചിട്ടുണ്ട്, ഗോത്ര സാരഥി എന്ന് പറയുന്ന ഒരു പദ്ധതി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഗോത്ര സാരഥി? ആർക്കെങ്കിലും പറയാമോ? ഗോത്ര സാരഥി പദ്ധതി എന്തായിരുന്നു? ആർക്കെങ്കിലും പറയാമോ ഗോത്ര സാരഥി? ആദിവാസി പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവന്ന് സ്കൂൾ ബസ് സൗകര്യം വാഹന സൗകര്യം ഏർപ്പെടുത്തിയതാണ് ഗോത്ര സാരഥി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ മനസ്സിലായി ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ആ പദ്ധതിയുടെ ഗുണം ലഭിച്ചത് എങ്കിൽ ഗോത്ര ജീവിക പദ്ധതിയും അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ഒരു പദ്ധതിയാണ് ഗോത്ര ജീവിക എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി എന്താണ് ഗോത്ര ജീവിക എന്ന് പറയുന്ന പദ്ധതി? പട്ടിക വിഭാഗത്തിലുള്ള യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ്. അപ്പൊ അവിടുത്തെ നമുക്ക് കിട്ടി ഗോത്ര ജീവിക, ജീവികോപാധി, അല്ലെ? നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ഗോത്ര ജീവിക എന്ന് പറയുന്നത്. രണ്ട് ചോദ്യം സെറ്റാണ്, അല്ലെ? ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ആദ്യമായിട്ട് ശാസ്ത്ര നയം നടപ്പിലാക്കിയ സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമായ കേരളമായിരുന്നു. ഓക്കെ അല്ലേ? രണ്ട്, പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ഗോത്ര ജീവിക പദ്ധതി. പദ്ധതി ഏതാണ്? ഗോത്ര ജീവിക പദ്ധതി. ഇത് രണ്ടും ഓക്കെയാണ്. അടുത്തത് രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽപ്പാലം ഏത് എന്നുള്ളതാണ്. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽപ്പാലം ഏത് എന്ന് ചോദിച്ചാൽ ന്യൂ പാമ്പൻ പാലം അല്ലെങ്കിൽ ന്യൂ പാമ്പൻ ബ്രിഡ്ജ് ആണ് എന്ന് ഓർത്തു വെച്ചോളൂ. ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽപ്പാലം ന്യൂ പാമ്പൻ ബ്രിഡ്ജ് ആണ്. ഓക്കെയാണ്? 3 ചോദ്യം ഓക്കെയാണ്. അപ്പൊ ഒന്ന് നമ്മൾ പഠിച്ചത് ശാസ്ത്ര നയം, അല്ലെ? സ്വാതന്ത്ര്യത്തിന് ശേഷം ശാസ്ത്ര നയം അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനമായിട്ട് കേരളം മാറിയെങ്കിൽ രണ്ടാമത് പോയത് ഒരു പദ്ധതിയിലേക്കാണ്. ആ പദ്ധതിയുടെ പേര് നമ്മുടെ മനസ്സിൽ വരണം, ഗോത്ര ജീവിക എന്നാണ് ആ പദ്ധതിയുടെ പേര്, അല്ലെ? ജീവനോപാധി, നൈപുണ്യ വികസനം. ആരുടെ? ഗോത്ര വിഭാഗം അല്ലെങ്കിൽ പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ നൈപുണ്യ വികസനം. എങ്ങനെ? പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഗോത്ര ജീവിക. മനസ്സിലായേ? രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽപ്പാലം ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ന്യൂ പാമ്പൻ ബ്രിഡ്ജാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ആദ്യമായിട്ട് ഹിന്ദിയിലും കാലാവസ്ഥ അറിയിപ്പുകൾ ലഭിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായിട്ട് ഏതങ്ങ് മാറി? തമിഴ്നാട് മാറിയിരിക്കുകയാണ്. ഓർത്തോണെ, തമിഴ്നാടാണ്. തമിഴ്നാട് നോക്ക്, നമ്മള് ഇത് വായിക്കാതെ പോയാൽ ഒരുപക്ഷെ ഓപ്ഷനിൽ നിന്ന് ആദ്യം കട്ട് ചെയ്യുന്ന സംസ്ഥാനമായിരിക്കും തമിഴ്നാട്, അല്ലെ? ഇപ്പം വ്യത്യാസം വന്നിട്ടുണ്ട്. മുമ്പ് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷിലുള്ള ഒരു ബോർഡ് പോലും കാണാൻ പറ്റത്തില്ല. മൊത്തം തമിഴിലുള്ള പരിപാടിയുള്ളായിരുന്നു അവിടെ. മനസ്സിലായി? അങ്ങനെയുള്ള തമിഴ്നാടാണ് ആദ്യമായിട്ട്
കാലാവസ്ഥ മുന്നറിയിപ്പുകൾ ഹിന്ദിയിൽ നൽകിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം? ഓക്കെയാണോടെ? ആദ്യമായി ഹിന്ദിയിലും കൂടി കാലാവസ്ഥ അറിയിപ്പുകൾ ലഭിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായിട്ട് ഏത് മാറിക്കഴിഞ്ഞു? തമിഴ്നാട് മാറിക്കഴിഞ്ഞു. ഓക്കെയാണ്. അടുത്ത നമ്മൾ ഒരു എന്താണ് പദവിയാണ് പഠിക്കുന്നത്. ആദ്യം നമുക്ക് ആ പേരങ്ങ് പഠിക്കാം. പേര് ഗബ്രിയേൽ ബോറിക്. എന്താണ് പേര്? ഗബ്രിയേൽ ബോറിക് എന്നാണ് പേരെന്താണ്? ഗബ്രിയേൽ ബോറിക് അല്ലെ? ആ പേര് നമ്മൾ പഠിച്ചു, ഗബ്രിയേൽ ബോറിക്. ഇനി നമുക്ക് എന്ത് നോക്കണം? ആരാണ് ഗബ്രിയേൽ ബോറിക് എന്ന് പറയുന്നത്? ആരാണ് ഗബ്രിയേൽ ബോറിക്? ഇന്ത്യ സന്ദർശിക്കുന്ന ചിലി പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത്? ഗബ്രിയേൽ ബോറിക് എന്ന് പറയുന്നത് അല്ലെ? ഇന്ത്യ സന്ദർശിക്കുന്ന ചിലി പ്രസിഡന്റ് ആണ് ഗബ്രിയേൽ ബോറിക്. ഇത്രയും കാര്യം ഓക്കെയാണോ? അപ്പൊ ആദ്യമായിട്ട് ഹിന്ദിയിലും കാലാവസ്ഥ അറിയിപ്പുകൾ ലഭിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായിട്ട് ഏത് വന്നു? തമിഴ്നാട് വന്നു. ഇന്ത്യ സന്ദർശിച്ച ചിലി പ്രസിഡന്റിന്റെ പേരാണ് ഗബ്രിയേൽ ബോറിക്. അടുത്ത നമ്മൾ ഒരു പുരസ്കാരത്തിലേക്ക് പോകുന്നു. ആ പുരസ്കാര ജേതാവിനെ നമുക്ക് വളരെ സുപരിചിതനാണ്. പേര് ശ്രീകുമാരൻ തമ്പി എന്നാണ് അല്ലെ? നമ്മുടെ പുരസ്കാര ജേതാവിന്റെ പേരെന്താണ്? ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിക്ക് എന്ത് പുരസ്കാരമാണ് ഇവിടെ ലഭിക്കുന്നത്? പ്രതിഭ ശ്രേഷ്ഠ പുരസ്കാരം. ജസ്റ്റ് നമ്മുടെ മനസ്സിൽ കൂടെ ഒന്ന് കൊണ്ടുപോകണം. എന്താണ് പുരസ്കാരത്തിന്റെ പേരെന്താ? പ്രതിഭ ശ്രേഷ്ഠ പുരസ്കാരം. അത് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിയാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ പ്രതിഭ ശ്രേഷ്ഠ പുരസ്കാരം എന്ന് അടുത്ത സമയത്ത് കേട്ടാൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു പേര് മാത്രമായിട്ട് എന്തിനെ കൊണ്ടുവരണം? ശ്രീകുമാരൻ തമ്പിയെ കൊണ്ടുവരണം. ഓക്കെ. അപ്പൊ ഇന്ത്യ സന്ദർശിച്ച ചിലിയുടെ പ്രസിഡന്റ് പേരെന്താണ്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കോണെ. പറ, എന്താണ്? ഗബ്രിയേൽ ബോറിക് ആണ് അല്ലെ? ആദ്യമായിട്ട് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഹിന്ദിയിലും നൽകിയ സംസ്ഥാനം, ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായിട്ട് ഏത് മാറിയുടെ? തമിഴ്നാട് മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പിന്നീട് പഠിച്ചത് ഒരു പദ്ധതിയായിരുന്നു. ആ പദ്ധതിയുടെ പേരെന്തായിരുന്നു? ഗോത്ര ജീവിക അല്ലെ? ഗോത്ര ജീവിക പദ്ധതി ആർക്ക് വേണ്ടിയിട്ടാണ്? പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട യുവാക്കൾക്ക് അവരുടെ നൈപുണ്യ വികസനം, അവരുടെ ജീവനോപാധി എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് എന്ന് പറയുന്നത് ഗോത്ര ജീവിക. ഓക്കെ. പിന്നെ നമ്മൾ പോയത് ശാസ്ത്രനയം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ശാസ്ത്ര നയം കൊണ്ടുവന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതായിരുന്നു? കേരളം. അവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽ പാലം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ന്യൂ പാമ്പൻ ബ്രിഡ്ജാണ്. ഓക്കെ. അടുത്തൊന്ന് ശ്രദ്ധിക്കണേ. ഒരു യുദ്ധാഭ്യാസമാണ്. ആ യുദ്ധാഭ്യാസത്തിന്റെ പേര് ആദ്യം പഠിച്ചേ. പ്രചണ്ഡ് പ്രഹാർ എന്നതാണ് ആ യുദ്ധാഭ്യാസത്തിന്റെ പേരാണ് പ്രചണ്ഡ് പ്രഹാർ അല്ലെ? നമ്മൾ അങ്ങനെയൊക്കെ പഠിക്കണം. നമ്മുടെ മനസ്സിൽ അപ്പൊ ആ ചെറിയ പേര് നമ്മുടെ മനസ്സിൽ എവിടെങ്കിലും ക്ലിക്കായി കിടന്നു അല്ലെ? ഗോത്ര ജീവിക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ പേര് എവിടെയും ക്ലിക്കായി കൂടും അല്ലെ? ഗബ്രിയേൽ ബോറിക് നമുക്ക് കേൾക്കുമ്പോൾ എവിടെങ്കിലും ഗബ്രിയേൽ ബോറിക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കയറിയാൽ എന്താണ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഈ ഗബ്രിയേൽ ബോറിക് ആരാണ്? ചിലിയുടെ പ്രസിഡന്റ് ആണ്. അങ്ങനെ കൊണ്ടുവരാൻ പറ്റും അല്ലെ? അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ച ഒരു പുരസ്കാരം, അവിടെ നമ്മൾ ശ്രീകുമാരൻ തമ്പി അല്ല കൊണ്ടുവരേണ്ടത്, പ്രതിഭാ ശ്രേഷ്ഠ പുരസ്കാരം. അപ്പൊ ഈ അടുത്ത സമയത്ത് എവിടെ നമ്മൾ പ്രതിഭാ ശ്രേഷ്ഠ പുരസ്കാരം കേട്ടാലും നമ്മൾ ആരുടെ പേരവിടെ കൊണ്ടുവരണം? ശ്രീകുമാരൻ തമ്പിയെ കൊണ്ടുവരണം അല്ലെ? അടുത്ത നമ്മൾ എന്താണ്? പ്രചണ്ഡ് പ്രഹാർ. അപ്പൊ പ്രചണ്ഡ് പ്രഹാർ എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു യുദ്ധാഭ്യാസമാണ് അല്ലെ? സംയോജിത മൾട്ടി ഡൊമൈൻ യുദ്ധാഭ്യാസമാണ് പ്രചണ്ഡ് പ്രഹാർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ സംയോജിത മൾട്ടി ഡൊമൈൻ യുദ്ധാഭ്യാസമാണ് ഇത് പ്രചണ്ഡ് പ്രഹാർ. എവിടെയാണ് നടന്നത്? അരുണാചൽ പ്രദേശ് അല്ലെ? അരുണാചൽ പ്രദേശിലെ ഉയർന്ന പ്രദേശങ്ങളിൽ സൈന്യം നടത്തിയ സംയോജിത മൾട്ടി ഡൊമൈൻ യുദ്ധാഭ്യാസത്തിന്റെ പേരാണ് പ്രചണ്ഡ് പ്രഹാർ. ഓർത്തു വെച്ചോണെ, പ്രചണ്ഡ് പ്രഹാർ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലെ ഉയർന്ന പ്രദേശങ്ങളിൽ സൈന്യം നടത്തിയ സംയോജിത മൾട്ടി ഡൊമൈൻ യുദ്ധാഭ്യാസത്തിന്റെ പേരാണ് പ്രചണ്ഡ് പ്രഹാർ. ഓക്കെ. ആ ദിവസം സെറ്റാണ്. അപ്പൊ നമ്മൾ ഓടിച്ച് ആ ദിവസത്തിലേക്ക് പോകുന്നു. നമ്മൾ ആദ്യം പഠിച്ചത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ശാസ്ത്ര നയം കൊണ്ടുവന്ന സംസ്ഥാനം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, കേരളമാണ്. പട്ടികവർഗ വിഭാഗത്തിലുള്ള യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് എന്നിടെ ഗോത്ര ജീവിക. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽപ്പാലം ഏതാണ്? ന്യൂ പാമ്പൻ
ബ്രിഡ്ജാണ്. ആദ്യമായി ഹിന്ദിയിലും കാലാവസ്ഥ അറിയിപ്പുകൾ ലഭിക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് അല്ലെ. ഇന്ത്യ സന്ദർശിച്ച ചിലി പ്രസിഡന്റ് ആണ് ആര്? ഗബ്രിയേൽ ബോറിക്. ഗബ്രിയേൽ ബോറിക് അല്ലെ. പ്രതിഭാശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ശ്രീകുമാരൻ തമ്പിയാണ്. വീണ്ടും പോകുന്നു. അരുണാചൽ പ്രദേശിലെ ഉയർന്ന പ്രദേശങ്ങളിൽ സൈന്യം നടത്തിയ സംയോജിത മൾട്ടി ഡൊമൈൻ യുദ്ധാഭ്യാസത്തിന്റെ പേര് പ്രചണ്ഡ് പ്രഹാർ.